കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തനി നാടൻ ടേസ്റ്റിലുള്ള നെല്ലിക്ക അച്ചാറാണ് ഇന്നത്തെ വീഡിയോ. അച്ചാർ തയ്യാറാക്കുവാനായി 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നെല്ലിക്ക ആവിയിൽ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഏകദേശം 7 മിനിറ്റോളം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് നന്നായി ബോയിലായിട്ടുണ്ട്. ഇതെല്ലാം അടർത്തിയെടുക്കാവുന്ന പരുവത്തിലേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെമ്പിൽ നിന്നും ഇത് മാറ്റിയിട്ട് ഈ നെല്ലിക്ക ഓരോന്നും അടർത്തിയെടുക്കാം. ഇതിൻ്റെ കുരു സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നെല്ലിക്ക എല്ലാം അടർത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അച്ചാർ തയ്യാറാക്കുവാൻ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നമുക്കെടുക്കാം. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇനി ഏകദേശം 1 ടീസ്പൂൺ കണക്കിന് കായപ്പൊടിയും എടുക്കുകയാണ്. പിക്കിൾ തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1/4 കപ്പ് നല്ലെണ്ണ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ എണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി 1 ടീസ്പൂൺ കടുക് ഇതിലേക്കിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. 2 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നു. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നു. ഇനി നീളത്തിലരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ കണക്കിനും നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി 1 ടീസ്പൂൺ കണക്കിനും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. വെളുത്തുള്ളി കളർ മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെ ഈ പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ശർക്കര പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇത് മിക്സ് ചെയ്യാം. അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 3 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം സെപ്പറേറ്റ് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം സ്റ്റൗ ഓഫ് ചെയ്യുകയും ചെയ്യാം. നെല്ലിക്ക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 നുള്ള് വറുത്തു പൊടിച്ച ഉലുവാപ്പൊടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുകയാണ്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ തനി നാടൻ ടേസ്റ്റിലുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 1 ദിവസത്തിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ ആഴ്ചകളോളം സൂക്ഷിക്കാവുന്നതുമാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന തനി നാടൻ ടേസ്റ്റിലുള്ള ഈ നെല്ലിക്ക അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.